ഹലോ വാട്സപ്പ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ ടി വി എസ് iQube. നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടി വാങ്ങിച്ചപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു മാസം ഈ വണ്ടി ഓടിച്ചിട്ട് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, എൻ്റെ എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ടുള്ളൊരു യൂസർ റിവ്യൂ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ വണ്ടി ഒന്ന് ഓണാക്കി കാണിക്കാം കേട്ടോ. വണ്ടി ഓണാക്കുമ്പോൾ വരുന്ന ടി വി എസിൻ്റെ വെൽക്കം ഡിസ്പ്ലേ, iQubeൻ്റെ ലോഗോ, പിന്നെ ഇപ്പോൾ നിലവിലുള്ള ബാറ്ററി പേഴ്സൻറ്റേജ് കാണിക്കും. ഇതിപ്പോൾ ഞാൻ 100% ചാർജ് ആക്കി വെച്ചതാണ്. ഇനി മോഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ വണ്ടി ഓണാവും. ഓക്കെ, ഡിസ്പ്ലേയിൽ ഇടത്തെ ഭാഗത്താണ് ചാർജിങ്ങിൻ്റെ പേഴ്സൻറ്റേജ് കാണിക്കുക. അതിപ്പോൾ 100% കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1500 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ ഓഡോമീറ്ററിൽ കാണാം 1515.5 കിലോമീറ്ററാണ് ഇപ്പോൾ മൊത്തം ഓടിയിട്ടുള്ളത്. ഡിസ്പ്ലേയിൽ മുകളിൽ വലത്തെ ഭാഗത്തായിട്ട് ഇനി ഓടുന്ന കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. 75 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇത് iQubeൻ്റെ റേഞ്ച് കുറച്ച് അവർ റേറ്റും കുറച്ചിട്ട് ഇറക്കിയ ഒരു വേരിയൻ്റ് ആണ് കേട്ടോ. ഇതിന് 75 കിലോമീറ്ററാണ് ക്ലെയിംഡ് റേഞ്ച്. ഈ വണ്ടി ഞാനൊരു മാസം ഓടിച്ച ശേഷം എനിക്കുണ്ടായ എക്സ്പീരിയൻസും എനിക്കുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും എനിക്ക് തോന്നിയ പോരായ്മകളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഓടിക്കാനൊക്കെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ ഇത്. ഈ വണ്ടിക്ക് 2 മോഡുകളാണുള്ളത്, എക്കോയും പവറും. നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എക്കോ മോഡിലാണ്. എക്കോ മോഡിൽ നമുക്ക് പരമാവധി 45 കിലോമീറ്റർ വരെ സ്പീഡിലാണ് പോകാൻ പറ്റുക. എക്കോ മോഡിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവറും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു നല്ല കയറ്റാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് പവർ മോഡിലേക്ക് ഇടുന്നുണ്ട്. ഇപ്പോൾ പവർ മോഡിലായിട്ടുണ്ട്. ഡിസ്പ്ലേ ഗ്രീൻ കളറിൽ നിന്ന് ഓറഞ്ച് കളറിലേക്ക് മാറിയിട്ടുണ്ട്. പവർ മോഡിൽ അത്യാവശ്യം നല്ല പവർ ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പെട്രോൾ വണ്ടികളെക്കാൾ കൂടുതൽ പവറിൽ കയറി പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അത് നോക്കാൻ വേണ്ടി ഞാനൊരു എക്സ്പെരിമെൻ്റ് വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇനി ഷോക്ക് അബ്സോർബർ ആണെങ്കിലും അത്യാവശ്യം നല്ല അടിപൊളി ഷോക്ക് അബ്സോർബർ തന്നെയാണ് വണ്ടിക്കുള്ളത്. ഗട്ടർ റോഡിലൂടെ ഓടിക്കുമ്പോഴും കുലുക്കൊന്നും വലിയ രീതിയിലൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ കയറ്റം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇറക്കാണ്. ഇറക്കത്തിൽ റീജനറേഷൻ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഒന്നുകൂടെ ത്രോട്ടിൽ കൊടുത്തതുകൊണ്ട് കട്ടായതാണ്. പിന്നെ റീജനറേഷൻ ഓൺ ആയിട്ടുണ്ട്. ഇറക്കത്തിലൊക്കെ റീജനറേഷനിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള എൻജിൻ ബ്രേക്കിംഗ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇറക്കത്തിലൊന്നും നമ്മൾ ബ്രേക്ക് പിടിച്ചിറങ്ങേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ആക്സിലറേറ്റർ ഒഴിവാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻജിൻ ബ്രേക്കിംഗ് വർക്ക് ചെയ്ത് തുടങ്ങും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കോ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന നല്ലൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു 2 വീലറാണെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ റേഞ്ച് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ റേഞ്ച് കൃത്യമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒരു റേഞ്ച് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാനിപ്പോൾ ഇത്രയും ഓടിച്ചത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സിംഗിളായിട്ട് നോർമൽ മോഡിൽ പോകുമ്പം 75-ലും കൂടുതൽ റേഞ്ച് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു 80-നടുത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കമ്പനി പറയുന്ന റേഞ്ച് 75 കിലോമീറ്ററാണ് കേട്ടോ. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ റീജനറേഷനൊക്കെ ഉപയോഗിച്ച് അധികം ബ്രേക്കൊന്നും പിടിക്കാതെ ആക്സിലേറ്റർ വലിച്ചൊന്നും കൊടുക്കാതെ ഓടിക്കുകയാണെങ്കിൽ 75-ൻ്റെ മുകളിൽ എന്തായാലും കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഏതാണ്ട് ഒരു കിലോമീറ്റർ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ 80-നടുത്ത് കിട്ടാറുണ്ട്. പക്ഷേ പില്യനായിട്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റേഞ്ച് കുറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പവർ മോഡിലിട്ട് പോയാലും അത്യാവശ്യം നന്നായി റേഞ്ച് കുറയുന്നുണ്ട്. പവർ മോഡിൽ 65 കിലോമീറ്ററാണ് ഒരു ചാർജിൽ കമ്പനി പറയുന്ന റേഞ്ച്. പിന്നെ മിററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ക്വയറിൽ അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു മിറർ ആയതുകൊണ്ട് തന്നെ പുറകിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാണുന്നൊരു മിറർ തന്നെയാണ്. ഡിസ്പ്ലേ ആണെങ്കിലും നല്ല രീതിയിൽ നല്ല വിസിബിലിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ ആണ്. ഇതിലിപ്പോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ് വരുന്നത്. അതിൽ ടേൺ ബൈ ടേൺ നാവിഗേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ മാപ്പ് നമുക്ക് ഈ വേരിയൻറ്റിൽ ഡിസ്പ്ലേയിൽ സപ്പോർട്ടല്ല. ഇത് ടി വി എസ് വില കുറച്ച് അതിനൊപ്പം റേഞ്ചും കുറച്ചിട്ട് ഇറക്കിയ iQubeൻ്റെ ഒരു വേരിയൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഈ വണ്ടിയുടെ ഓൺ ദ റോഡ് പ്രൈസ്, അതായത് ഇൻഷുറൻസ്, ടാക്സ്, രജിസ്ട്രേഷൻ ചാർജ് അടക്കം 1,24,000 രൂപയാണ് വില വരുന്നത്. വണ്ടി ഡെലിവറി തുടങ്ങിയ 2024 ജൂൺ മാസം മുതൽ ജൂലൈ മാസം വരെ 12,000 രൂപ ക്യാഷ് ബാക്ക് ഉണ്ടായിരുന്നു. ആ ഒരു 12,000 രൂപ ക്യാഷ് ബാക്കും കൂടെ കുറച്ചിട്ട് 1,12,000 രൂപയായിരുന്നു എനിക്കായിട്ടുള്ളത്. എനിക്കൊരു ദിവസം പരമാവധി ഓടാനുള്ള കിലോമീറ്ററുകൾ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്.
ഒരു ദിവസം കൂടുതൽ ഓട്ടമുള്ളവർക്ക് ഐക്യൂബിൻ്റെ തന്നെ റേഞ്ച് കൂടിയിട്ടുള്ള ഐക്യൂബ് എസ്, ഐക്യൂബ് എസ് ടി എന്ന് പറഞ്ഞ വേരിയൻറ്റുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. ഈ ഒരു വേരിയൻറ്റ് ഐക്യൂബിൻ്റെ മറ്റുള്ള വേരിയൻറ്റുകളിൽ നിന്ന് കാഴ്ചയിൽ ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഐക്യൂബിൻ്റെ മറ്റ് വേരിയൻറ്റുകളുടെ അതേ സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഐക്യൂബിൻ്റെ ഈ വേരിയൻറ്റുകൾ തമ്മിൽ തിരിച്ചറിയാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു വേരിയൻറ്റിനെ തിരിച്ചറിയാൻ പറ്റുന്നത് ഹാൻഡിൽ ബാറിൻ്റെ അടിയിലുള്ള ഈ ഒരു 9 എന്നുള്ള എംബ്ലം നോക്കിയിട്ടാണ്. വേറെ 1-2 മാറ്റങ്ങളും കൂടെ ഐക്യൂബിൻ്റെ മറ്റുള്ള വേരിയൻറ്റുകളായിട്ട് ഇതിനുണ്ട്, അത് ഞാൻ പറയാം. നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് നോക്കുമ്പോൾ ഡ്യുവൽ കളറിലാണ് വരുന്നത്. അതിൽ ആ ബ്ലാക്ക് കളർ കോമൺ ആണ്. വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ടൊരു DRL വരുന്നുണ്ട്. നമ്മൾ ചാവി ഓണാക്കിയാൽ DRLും ഹെഡ്ലൈറ്റും ഫുൾ ടൈം കത്തിക്കിടക്കും. പിന്നെ LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ളൊരു ഹെഡ്ലൈറ്റ് തന്നെയാണ് കേട്ടോ. രാത്രിയിലൊക്കെ ഡിം അടിച്ച് ഓടിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടുന്നൊരു ലൈറ്റാണ്. ഇതിൽ ബ്രൈറ്റ് ഞാൻ വളരെ റെയറായിട്ട് ഉപയോഗിക്കാറുള്ളൂ. പിന്നെ മുന്നിൽ തന്നെ ഐക്യൂബിൻ്റെ ഒരു നീല കളറിലുള്ളൊരു ലോഗോ കാണാം. അതിൻ്റെ മുകളിലായിട്ട് TVSൻ്റെ ഒരു എംബ്ലം. ഈ ഒരു DRLും കൂടെ ചേർന്നിട്ടാണ് വണ്ടിക്കൊരു നല്ല ലുക്ക് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലൊരു ബ്ലാക്ക് വൈസർ. ഈ വൈസർ ST മോഡലിന് മാത്രം കുറച്ച് വലുതായിട്ടാണ് കേട്ടോ വരുന്നത്. വൈസറിൻ്റെ മുകളിലായിട്ടൊരു സ്മാർട്ട് എക്സ് കണക്റ്റ് എന്നുള്ളൊരു സ്റ്റിക്കറും കാണാൻ പറ്റും. ഇനി വണ്ടിയുടെ വീലിലേക്ക് നോക്കുകയാണെങ്കിൽ അലോയ് വീൽ വിത്ത് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഈ ഒരു അലോയ് വീൽ എന്ന് പറഞ്ഞാൽ അത് അവർ TVSൻ്റെ ജുപ്പിറ്ററിന് കൊടുത്തിട്ടുള്ള അതേ അലോയ് വീൽ തന്നെയാണ് ഐക്യൂബിനും വരുന്നത്. ഇനി മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ലേഡീസ് ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് അടിയിലായിട്ട് നീല നിറത്തിലുള്ള ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോഗോ കാണാൻ പറ്റും. നമ്മൾ വണ്ടി ഓൺ ചെയ്താൽ ഈ ഒരു ലോഗോ കത്തും. പിന്നെ വണ്ടി ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത് ബ്ലിങ്ക് ചെയ്ത് കളിക്കുകയും ചെയ്യും. പിന്നെ റിയർ സൈഡിലെ വീലിലേക്ക് നോക്കുമ്പം ഹബ് മോട്ടറാണ് വരുന്നത്. വീലിൻ്റെ ഉള്ളിലാണ് മോട്ടർ വരുന്നത്. ഇനി ബാക്ക് സൈഡിൽ ഫുള്ളി LED ആയിട്ടുള്ളൊരു ടെയിൽ ലൈറ്റാണ് വരുന്നത്. അതിൻ്റെ അടിയിലായിട്ടൊരു TVSൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഐക്യൂബിൻ്റെ ഒരു ലോഗോ പുറകിലും കൊടുത്തിട്ടുണ്ട്. സൈഡ് പാനലൊരു ഐക്യൂബിൻ്റെ ലോഗോ, ഇലക്ട്രിക് എന്നുള്ള ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജുപ്പിറ്റർ പോലെ തന്നെ അത്യാവശ്യം നല്ല നീളത്തിലുള്ളൊരു സീറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരു ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടി തന്നെയാണ്. TVS എന്തായാലും ക്വാളിറ്റീൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. പല പ്രമുഖ കമ്പനികളും ഇലക്ട്രിക്കിലേക്ക് ചാടി ഇറങ്ങിയിട്ട് പല ക്വാളിറ്റി ഇഷ്യൂസുകളും ഉണ്ടായ കഥ നമുക്കറിയാം. പക്ഷേ TVS ഒരുപാട് കാലം റിസർച്ചും കാര്യങ്ങളും നടത്തി അവരുടെ ഒരു ഫൈനൽ പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് അവർ ഐക്യൂബിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഐക്യൂബിൻ്റെ മറ്റ് വേരിയൻറ്റുകളായിട്ട് ഈ വേരിയൻറ്റിന് ചില മാറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലൊന്നാമത്തെ കാര്യം ഇതിനൊരു സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു വേരിയൻറ്റിന് ഒരു സൈഡ് സ്റ്റാൻഡ് മാത്രമാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതൊരു വലിയ പ്രശ്നമല്ല, എന്നാലും എപ്പോഴെങ്കിലും ഒന്ന് സർവീസ് സെൻറ്ററിന് പുറത്തുനിന്ന് ടയർ മാറേണ്ട ആവശ്യം വന്നാലാണ് അതൊരു പ്രശ്നമാവുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റ് വേരിയൻറ്റുകൾക്ക് അവർ ബൂട്ട് സ്പേസിനകത്തൊരു ലൈറ്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് വണ്ടി ഓഫ് ചെയ്ത് ചാവി പുറത്തെടുത്തതിന് ശേഷമേ ബൂട്ട് സ്പേസ് തുറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് രാത്രി വേറെ വെളിച്ചമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ബൂട്ട് സ്പേസ് തുറക്കുന്നതെങ്കിൽ അത് ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ചിലപ്പോൾ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർ ഈ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ ഇവർക്ക് എന്ത് കോസ്റ്റാണ് ഇത്രയ്ക്ക് ലാഭം കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഐക്യൂബിൻ്റെ മൊത്തത്തിലുള്ളൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയാണ്. എന്നാലും 1-2 ക്വാളിറ്റി ഇഷ്യൂ, അത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതും കൂടിയായിട്ടുള്ള 1-2 ക്വാളിറ്റി ഇഷ്യൂസാണ്. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിലൊരു കാര്യം മിററിൻ്റെ ഒരു ഇഷ്യൂ ആണ് കേട്ടോ. മിറർ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു മിററാണ്, എങ്കിലും കൂടിയിട്ട് ഒന്നുകൂടിയും ക്വാളിറ്റി കൂട്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ച് കാലം ഉപയോഗിച്ച വണ്ടികൾക്കൊക്കെ മിറർ നേരെ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇഷ്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ശരിയായിരിക്കും എന്ന് എനിക്കും തോന്നി. എന്താ വെച്ചാൽ കുറച്ച് ക്വാളിറ്റി കുറവ് തന്നെയാണ് മിററിന്. പിന്നെ വേറൊരു ഇഷ്യൂ പറഞ്ഞു കേട്ടത് വണ്ടി ഓടുന്നതിൻ്റെ ഇടയിൽ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ കടകടാന്ന് സൗണ്ട് ഉണ്ടാകുന്നതാണ്. ആ ഒരു സംഭവം എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് നന്നായി നോക്കി ഇത് എവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നത് എന്നുള്ള കാര്യം. ഈ ഒരു മഡ്ഗാർഡിൻ്റെ ഈ ഒരു പോർഷനാണ് ഈ സൗണ്ട് ഉണ്ടാകുന്നത്. ഈ ഒരു പോർഷനൊന്നും ഇവർ തീരെ ഉറപ്പിക്കാതെയാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു പോർഷനൊക്കെ അവർക്ക് ഒന്നുകൂടെ ക്ലാമ്പ് ചെയ്ത് ഉറപ്പിക്കായിരുന്നു. ഞാൻ വണ്ടി വാങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള സൗണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്ക്രൂകളൊക്കെ ലൂസായിട്ട് കടകടാന്ന് അടിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ തന്നെ ഇതിൻ്റെ ടൂൾ കിറ്റിലെ സാധനങ്ങൾ ഉപയോഗിച്ച് ഇതൊക്കെ ഒന്ന് അഴിച്ചെടുത്തിട്ട് ഒന്ന് റീഫിറ്റ് ചെയ്തു, കറക്റ്റ് ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഇതിൻ്റെ സൗണ്ട് മുക്കാൽ ഭാഗം സൗണ്ട് ഇല്ലാതായി എന്ന് തന്നെ പറയാം. ഇപ്പം വളരെ ചെറിയ സൗണ്ടേ കേൾക്കാനുള്ളൂ. ആ ഒരു പോർഷനും കൂടെ നല്ല വൃത്തിക്ക് ഉറപ്പിച്ച് വെക്കാൻ അവർക്ക് അറിയാഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിലെ ഈ ഇലക്ട്രിക് എന്ന് പറയുന്ന ഈ ഭാഗത്തെ പോർഷൻ വളരെ വൃത്തിയായിട്ടാണ് അവർ ഉറപ്പിച്ച് വെച്ചിട്ടുള്ളത്. വണ്ടിയുടെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു പോർഷനാണ് കിടന്ന് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കുണ്ടായൊരു മേജർ ഇഷ്യൂ വേറെ ഒന്നുണ്ട്. ഞാനിപ്പോൾ പറയുന്ന ഇഷ്യൂകളൊക്കെ സർവീസ് സെൻറ്ററിനെ സമീപിച്ചാൽ പരിഹരിച്ച് കിട്ടാവുന്ന ഇഷ്യൂകൾ തന്നെയാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഇഷ്യൂ ആണെങ്കിലും ശരി, ഇനിയിപ്പോൾ പറയാൻ പോകുന്ന കാര്യമാണെങ്കിലും ശരി, ഇതൊന്നും തന്നെ ഞാൻ സർവീസ് സെൻറ്ററിൽ പോയി പറയാത്ത കാര്യങ്ങളാണ്. എൻ്റെ തിരക്ക് കാരണം എനിക്ക് സർവീസ് സെൻറ്ററിനെ സമീപിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു തവണ ഞാൻ സർവീസ് സെൻറ്ററിൽ പോയ സമയത്ത് വളരെ നല്ല പെരുമാറ്റവും കാര്യങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു മേജർ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഈ ബാക്കിലെ ബൂട്ട് സ്പേസിൽ നല്ല രീതിയിൽ ചളി അടിച്ച് കയറുന്നുണ്ട്. ഈ ബൂട്ട് സ്പേസിൻ്റെ ആ ഒരു പാനലിന് നല്ല ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നല്ല രീതിയിൽ ചളി അടിച്ച് കയറിയിട്ട് എൻ്റെ ചാർജറും കാര്യങ്ങളെല്ലാം നനഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ചാർജറൊക്കെ ഞാനൊരു കവറിലിട്ടിട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഈ ഒരു ഇഷ്യൂ എൻ്റെ വണ്ടിക്ക് മാത്രമുള്ളതാണോ അല്ലെങ്കിൽ ഇനി വേറെ ആർക്കും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴേ ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഈ വണ്ടിയിൽ 1-2 ചെറിയ ഇഷ്യൂകളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷേ അതൊക്കെ പിന്നീട് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അത് വണ്ടിയുടെ ഇഷ്യൂ ആണെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഞാൻ വണ്ടി ഉപയോഗിക്കുന്നതിലെ അപാകത കാരണം ഉണ്ടായ ഇഷ്യൂ ആണ്. ആ കാര്യങ്ങളും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകുന്നുള്ളതുകൊണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോഴിതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഈ വണ്ടി ഞാൻ വാങ്ങിച്ചതിന് ശേഷം എനിക്കുണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും അതെങ്ങനെയാണ് അതൊക്കെ പരിഹരിക്കപ്പെട്ടത് എന്നുള്ള കാര്യം അടുത്ത വീഡിയോയിൽ പറയാം.